ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് വീണ്ടും നിർണായക യോഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ അവലോകന യോഗം ചേരുന്നത്. അതേസമയം ഭീകരാക്രമണ കേസിനി NIA അന്വേഷിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം NIAക്ക് കൈമാറി. സ്ഫോടനം നടന്ന ചെങ്കോട്ട പരിസരത്ത് NIA സംഘം പരിശോധന നടത്തി. ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ്? എന്തായാലും രാജ്യം കർശന നിരീക്ഷണത്തിലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലത്തെ സ്ഫോടനത്തിൻ്റെ അന്വേഷണം NIAക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത് നന്ദൻ? NIA കേസ് ഏറ്റെടുത്ത അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങളിൽ, ലക്നൌവും അതേപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങളിലും ചില നിർണായക കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെ ATFും അതേപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസും ചേർന്ന് സംയുക്ത പരിശോധന നടത്തുകയാണ്. ഇതുകൂടാതെ ഈ ഭീകരാക്രമണത്തിലുമായി ബന്ധപ്പെട്ട് ഒരു യുവതി അറസ്റ്റിലായിട്ടുണ്ട്. ഒരു ഡോക്ടറാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന യുവതിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് പോലീസിന്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെയും പ്രത്യേക സംഘം എത്തി ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇവരുടെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുകയാണ്. നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഈ ഡോക്ടർ ഷഹീൻ ഏറെ നാളായി വീട്ടിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുകയാണ്. വീട്ടിലേക്ക് വരാറില്ല. വല്ലപ്പോഴും മാത്രമാണ്, ഇടയ്ക്ക് മാത്രമാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് വരാറുള്ളത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജെയ്ഷ മുഹമ്മദിന്റെ അൽ ഫലാഖ് മൊഡ്യൂളാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ അൽ ഫലാഖ് മൊഡ്യൂൾ എന്നുള്ളത് ഈ ഫരീദാബാദിലെ ഒരു സർവകലാശാല, സ്വകാര്യ സർവകലാശാലയാണ്. ആ സർവകലാശാലയ്ക്ക് കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർമാർ, ഡോക്ടർ ഷഹീനും അതേപോലെ തന്നെ ഇപ്പം ചെങ്കോട്ടയിൽ അവിടെ ചാവേറായി പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ അഹമ്മദും ഒക്കെ തന്നെ ഇവർ അവിടെ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്, ഒരുമിച്ച് അവിടെ പഠിച്ചവരാണ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇതനുസരിച്ച് ഈ അൽ ഫലാഖ് മൊഡ്യൂൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ ഫലാഖ് മൊഡ്യൂളിന്റെ പ്രവർത്തനം ഈ വൈറ്റ് കോളർ, അതായത് ഡോക്ടർമാരിലൂടെയും മറ്റ് പ്രൊഫഷണലിലൂടെയും തുടരുന്നു. അത് ഡൽഹി നഗരത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ അവർ തമ്പടിച്ചിട്ടേക്ക് ഉണ്ടാകാമെന്നുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഈ ഇന്റലിജൻസ് അത്ര സസൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന പോലീസും ഡൽഹി പോലീസും അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും സംയുക്തമായി ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും പരിശോധന നടത്തുകയാണ്. അതേസമയം ഇപ്പോഴും ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനകൾ ഈ ഇന്നലെ ബ്ലാസ്റ്റ് നടന്ന റെഡ് ഫോർട്ട് മേഖലയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ തുടരുകയാണ്. അവിടെ NIAയുടെ പ്രത്യേക സംഘമുണ്ട്. NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ NIAയുടെ ഫോറൻസിക് സംഘവും ആ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. മാത്രമല്ല വിവിധ പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഫോറൻസിക് ഏജൻസികൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതേപോലെ തന്നെ വിവിധ ഏജൻസികളുടെ ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ഈ പ്രദേശത്ത് നിന്നും ചില മൃതദേഹ അവശിഷ്ടങ്ങളും മറ്റും ലഭിക്കുകയുണ്ടായി. ഈ സ്ഫോടനം നടന്നതിന്റെ തൊട്ട് സമീപം തന്നെ ഒരു ജെയിൻ ക്ഷേത്രമുണ്ട്. അവിടെ നിന്നും ഒരു വാഹനത്തിന്റെ ലോകഭാഗം ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പല കോണുകളിൽ നിന്നും പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ സമാന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള വീണ്ടും അത്തരമൊരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഫോടനം മറ്റോ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളതും പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഡൽഹിയിലടക്കം ജാഗ്രത തുടരുന്ന സാഹചര്യമാണ്. മെട്രോയടക്കം മെട്രോയിലും അതേപോലെ തന്നെ വിമാനത്താവളങ്ങളിലും അടക്കം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. യാത്രക്കാരോട് നേരത്തെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി എയർലൈൻ കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിധ രീതിയിലുള്ള ജാഗ്രത മുൻകരുതൽ നടപടികളും ഇപ്പോൾ ഡൽഹി പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ വാഹനം പല CCTV മേഖലകളിൽ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 10,000-ലധികം CCTV ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച് നീങ്ങുന്നത്. I-20 വാഹനത്തിന്റെ ഈ ദൃശ്യങ്ങൾ നേരത്തെ ഈ ഫരീദാബാദ് കടന്ന് ഡൽഹി ബദർപൂർ ബോർഡറിലൂടെ ഡൽഹിയിലേക്ക് കടന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ പൊട്ടിത്തെറിച്ച ചാവേർ അത് ഡോക്ടർ ഉമർ ആണ് എന്നുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ ഡൽഹി. നന്ദഗോപൻ, ഓപ്പറേഷൻ സിന്ദൂറിനുള്ള മറുപടിയായിട്ടാണോ ഈ ഭീകരാക്രമണത്തെ കാണേണ്ടത്? എന്താണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന?
അനിൽ നമ്പ്യാർ, ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിൽ വേരുറപ്പിച്ച ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുടെ ആസ്ഥാനമടക്കം അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് ഈ ഇത്തരം ഭീകരവാദികളെ നുഴഞ്ഞു കയറുവാൻ വേണ്ടി പരിശീലിപ്പിച്ച് അതിർത്തിക്ക് അടുത്തായി സജ്ജീകരിച്ചിരുന്ന ഇവരുടെ ലോഞ്ചിങ് പാഡ് അടക്കം ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങൾ തകർത്തെറിഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി നൽകുമെന്നുള്ളത് നേരത്തെ തന്നെ ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂർ അസർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും പ്രതികാര നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം പ്രതികാര നടപടികൾ നേരത്തെ അത്തരം നീക്കങ്ങൾ ഇത്തരം ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദീപാവലി ദിനം അല്ലെങ്കിൽ ദീപാവലിയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ രാജ്യ തലസ്ഥാനത്ത് നടത്തുമെന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച ആ സമയങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രതയോടുകൂടിയായിരുന്നു സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് പോയത്. എല്ലാ മന്ത്രാലയങ്ങൾക്കും പാർലമെന്റ് അടക്കം പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതി അടക്കം സുരക്ഷ കർശനമാക്കുന്ന സാഹചര്യം, ജനങ്ങൾ കൂടുതലായി തമ്പടിക്കുന്ന സ്ഥലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ ഉടൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നടപടികൾ ഭീകരവാദികളുടെ ഭാഗത്തുനിന്നും ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരുപക്ഷെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭ്യമാകുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിൽക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമം ഇതിനോടകം തന്നെ കോൺഗ്രസും ഇടതു പാർട്ടികളും ആരംഭിച്ചിട്ടുണ്ട്. നമ്പ്യാർ, ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് വീണ്ടും നിർണായക യോഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ അവലോകന യോഗം ചേരുന്നത്. ഭീകരാക്രമണ കേസ് ഇനി NIA അന്വേഷിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം NIAക്ക് കൈമാറി. സ്ഫോടനം നടന്ന ചെങ്കോട്ട പരിസരത്ത് NIA സംഘം പരിശോധന നടത്തി. ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ അമ്മയും 2 സഹോദരന്മാരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഭീകരാക്രമണത്തിൽ ഒരു യുവതി കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഡോക്ടർ ഷഹീൻ എന്നാണ് അവരുടെ പേര്. ഇന്നലെ ഫരീദാബാദിൽ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മലിൻ്റെ സുഹൃത്താണ് ഷഹീൻ. കശ്മീരിലെ പുൽവാമയിൽ നിന്ന് സജാദ് അഹമ്മദ് മല്ല എന്ന ഡോക്ടറും അറസ്റ്റിലായി. ജെയ്ഷെ മുഹമ്മദിൻ്റെ അൽ ഫലാഹ് മൊഡ്യൂളാണ് ആക്രമണം നടത്തിയതെന്നാണ് ഡൽഹി പോലീസിൻ്റെ സ്ഥിരീകരണം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പോലീസ് ചോദ്യം ചെയ്തു. 52 പേരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായത്.